നമുക്ക് നെല്ലിക്ക വെച്ച് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഉണ്ടാക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പിള്ളേർക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും തുമ്മലും പനിയും ചുമയും ഒക്കെ അല്ലേ. അപ്പം ആരോഗ്യം സംരക്ഷിക്കാനൊക്കെ ആയിട്ട് നമുക്ക് നെല്ലിക്ക വെച്ച് ഉണ്ടാക്കിയതാണ്. 1 കിലോ നെല്ലിക്ക മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവി കയറ്റിയെടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. കുരുവിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ നമുക്കിത് ആവി കയറ്റിയെടുക്കാം. നെല്ലിക്ക അവിടുന്ന് വേകുമ്പോഴത്തേന് നമുക്ക് ശർക്കര ഉരുക്കി വെക്കാം. 1 കിലോ നെല്ലിക്കയ്ക്ക് 1 കിലോ ശർക്കര. ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഉരുക്കിയെടുക്കാം. ഇതായിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ കുരുവിൽ നിന്ന് വിട്ട് വരുന്നത് അതാണ് ഇതിൻ്റെ പരുവ്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് പാത്രത്തിലോട്ട് മാറ്റി തണുക്കാൻ വെക്കാം. തണുത്ത ശേഷം കുരുവിൽ നിന്ന് മാറ്റി മിക്സി ജാറിനകത്ത് നമുക്ക് അടിച്ചെടുക്കണം. നെല്ലിക്കയെല്ലാം നന്നായി തണുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുരു മാറ്റി സെപ്പറേറ്റ് ആക്കി വെച്ച് ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ നന്നായി അരച്ചിട്ടുണ്ട്. ശകലം വെള്ളം കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ നെല്ലിക്ക അരച്ചത് അതിനകത്തിലേക്ക് ചേർക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് കണ്ട് ഈ നെല്ലിക്ക അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ഒഴുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മൾ ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. രണ്ടുകൂടെ നന്നായി യോജിക്കട്ടെ. നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി മിക്സ് ആവട്ടെ. നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് 1 സ്പൂൺ കോൺഫ്ലവറിലേക്ക് 2 സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുന്നത്. അതൊന്ന് തിക്കായി വരുമ്പോൾ നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കോൺഫ്ലവർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൈദയോ പത്തിരിപ്പൊടിയോ ചേർക്കാം. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്തേക്കുന്നത് ഒഴിക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1.5 സ്പൂൺ പഞ്ചസാരയും ചുക്ക്, 3-4 ഏലക്ക, 1 സ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് പൊടിച്ച് വെക്കാം. കൈവിടാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറച്ച് സമയം വേണം ഇത് സെറ്റായി വരാൻ. വീട്ടിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരോ പിള്ളേരോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ സഹായം ചോദിക്കാം. ഇത് പാലിൽ നിന്ന് വിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടെ ഒന്നാവാനുണ്ട്. ഇത് ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിയാൽ നേരത്തെ ഒന്ന് ഉണ്ടാക്കി നോക്കിയായിരുന്നേ. അങ്ങനെ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്നല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു. ഇത് പാലിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി കുറുകിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാലിൽ നിന്ന് വിട്ട് വരുന്ന പരുവാണ്. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത്ര മതി. നമുക്കിതിനകത്തേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ചുക്കുപൊടി, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. പാനിൽ നിന്ന് നന്നായി വിട്ട് വരുന്നുണ്ട്. ഈ മാറ്റി വെച്ച് തണുത്ത് കഴിയുമ്പോഴത്തേന് ഒന്നുകൂടെ സെറ്റാവും.
ഇതിനെ നെല്ലിക്ക ഹൽവയെന്നോ നെല്ലിക്ക വരട്ടിയതെന്നോ എന്ത് വേണേലും വിളിക്കാം. നമ്മുടെ നെല്ലിക്ക ഹൽവ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉണങ്ങിയ ചില്ലുകുപ്പിയിലിട്ട് സൂക്ഷിക്കാം. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും. ചോറൊക്കെ കഴിച്ചിട്ട് മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതിൻ്റെ ഒരു സ്പൂൺ എടുത്ത് കഴിച്ചാൽ മതി. നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്.